ചോദ്യം: ഖുതുബ ഏത് ഭാഷയിലാണ് ഓതേണ്ടത്? ഉത്തരം: ഖുതുബ അറബിയിലായിരിക്കൽ നിബന്ധനയാണ്. ചോദ്യം: ജുമുഅക്ക് മഅശറ വിളിക്കുന്നതിന്റെ മുമ്പോ ശേഷമോ മിമ്പറിന് താഴെ വെച്ചുള്ള പ്രസംഗത്തിന്റെ വിധി? ഉത്തരം: കറാഹത്ത്. ചോദ്യം: നബാത്തിയ ഖുതുബയുടെ കർത്താവാര്? ഉത്തരം: ഹിജ്റ 335 ജനിച്ച ഇബ്നു നുബാത്തത്തുൽ മിസ്രി. ചോദ്യം: ജുമുഅക്ക് രണ്ടാം വാങ്ക് നടപ്പിലാക്കിയത് ആര്? ഉത്തരം: ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ചോദ്യം: മഅശറ വിളിയുടെ വിധി എന്താണ്? ഉത്തരം: സുന്നത്ത്. ചോദ്യം: മഅശറ വിളിക്ക് തെളിവെന്താണ്? ഉത്തരം: ഹജ്ജത്തുൽ വിദാഇൽ ഖുതുബ നിർവഹിക്കുമ്പോൾ ജനങ്ങളെ നിശബ്ദരാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയോട് കൽപ്പിച്ചിരുന്നു. ചോദ്യം: ഖത്തീബ് മിമ്പറിൽ നിൽക്കുമ്പോൾ വാൾ പോലുള്ളവ പിടിക്കലിന്റെ വിധിയെന്ത്? ഉത്തരം: സുന്നത്ത്. ചോദ്യം: ഏത് കൈകൊണ്ടാണ് വാൾ പിടിക്കേണ്ടത്? ഉത്തരം: ഇടത് കൈകൊണ്ട്. ചോദ്യം: ഖുനൂത്ത് ഓതുന്നതിന്റെ വിധി? ഉത്തരം: അബ്ആദ് സുന്നത്ത്. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്ത് ഓതിയിട്ടുണ്ടോ? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിയിൽ ഖുനൂത്ത് നിർവഹിച്ചിരുന്നു. ചോദ്യം: പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്ത് ഉപേക്ഷിച്ചു എന്ന ഹദീസിന്റെ ഉദ്ദേശം എന്ത്? ഉത്തരം: അവിശ്വാസികൾക്കെതിരെയുള്ള പ്രാർത്ഥനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചത്, അഥവാ സുബ്ഹ് അല്ലാത്ത നിസ്കാരങ്ങളിലുള്ള ഖുനൂത്ത്. ചോദ്യം: നിസ്കാരശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയുടെ വിധി? ഉത്തരം: സുന്നത്ത്. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുപ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ? ഉത്തരം: സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: എല്ലാ നിസ്കാരത്തിൻ്റെയും ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ദുആ ചെയ്യുന്നതായി കേട്ടു: അല്ലാഹുമ്മ റബ്ബന വ റബ്ബ കുല്ലി ഷൈഇൻ. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഖുർആൻ ക്രോഡീകരണത്തെക്കുറിച്ച് ആലോചിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത സ്വഹാബി? ഉത്തരം: സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നിവരുടെ കാലശേഷം ഖുർആൻ ഇന്ന് കാണുന്ന മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിച്ചത് ആര്? ഉത്തരം: ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ചോദ്യം: കൈ കെട്ടുമ്പോൾ കൈ എവിടെ വെക്കണം? ഉത്തരം: നെഞ്ചിന് താഴെയും പൊക്കിളിന് മീതെയും. ചോദ്യം: ഇങ്ങനെ ചെയ്യണമെന്നതിൻ്റെ തത്വം എന്താണ്? ഉത്തരം: അത് ശരീരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അവയവത്തിൻ്റെ മേൽ വരിക എന്നതാണ്. അത് ഹൃദയമാണ്. കാരണം ഹൃദയം നിലകൊള്ളുന്നത് നെഞ്ചിന് താഴെയാണ്. ചോദ്യം: തറാവീഹ് എത്ര റക്അത്താണ്? ഉത്തരം: 20 റക്അത്ത്. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം തറാവീഹ് നിസ്കാരം ഒരു ഇമാമിന് കീഴിൽ ജമാഅത്തായി നടപ്പാക്കിയത് ആരാണ്? ഉത്തരം: ഉമർ റളിയല്ലാഹു അൻഹു. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് എത്ര റക്അത്ത് നിസ്കരിച്ചു? ഉത്തരം: 20 റക്അത്ത്. ചോദ്യം: റമളാനിലും അല്ലാത്തപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11നേക്കാൾ അധികരിപ്പിച്ചില്ലെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്ത്? ഉത്തരം: ഇത് റമളാനിലെ പ്രത്യേക സുന്നത്ത് നിസ്കാരമായ തറാവീഹിനെ കുറിച്ചല്ല. ചോദ്യം: പെരുന്നാൾ നിസ്കാരം എവിടെ വെച്ചാണ് നിസ്കരിക്കേണ്ടത്? ഉത്തരം: പള്ളിയിൽ വെച്ച്. ചോദ്യം: സംഘടിത സകാത്തിന്റെ വിധിയെന്ത്? ഉത്തരം: അനുവദനീയമല്ല. ചോദ്യം: നോമ്പും പെരുന്നാളും ഉറപ്പിക്കേണ്ടത് എങ്ങനെ? ഉത്തരം: മാസം കണ്ടാൽ നോമ്പനുഷ്ഠിക്കുക, പെരുന്നാൾ ആഘോഷിക്കുക, ഇല്ലെങ്കിൽ 30 പൂർത്തിയാക്കുക. ചോദ്യം: ഖുർആൻ ഓതി മന്ത്രിക്കുന്നതിന്റെ വിധി എന്ത്? ഉത്തരം: അനുവദനീയം. ചോദ്യം: തലപ്പാവ് ധരിക്കുന്നതിന്റെ വിധി? ഉത്തരം: സുന്നത്ത്. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവ് ധരിച്ചിരുന്നോ? ഉത്തരം: മക്കം ഫത്ഹിന്റെ ദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കറുത്ത തലപ്പാവ് ഉണ്ടായിരുന്നു. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണാൻ അവസരമുണ്ടായിട്ടുണ്ടെങ്കിലും സ്വഹാബിയാകാൻ ഭാഗ്യമുണ്ടാവാത്ത മഹാൻ? ഉത്തരം: കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് യഹൂദ പുരോഹിതനായിരുന്നു. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ലെങ്കിലും സ്വഹാബിയാണ്. ആര്? ഉത്തരം: ഉമ്മു മഖ്തൂം റളിയല്ലാഹു അൻഹ. അന്ധനായിരുന്നു. ചോദ്യം: ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ കൂടുമോ? ഉത്തരം: ശരീരത്തിൽ പ്രവേശിക്കാനും ദുർബോധനങ്ങൾ നടത്താനും കഴിയും. ചോദ്യം: ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്പർശിച്ചാൽ ഉളു മുറിയുമോ? ഉത്തരം: ഉളു മുറിയും. ചോദ്യം: പുണ്യം വിളയുന്ന പ്രധാന 3 പള്ളികൾ ഏവ? ഉത്തരം: മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി, മസ്ജിദുൽ അഖ്സ. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബിവാദവുമായി വന്നത് ആര്? ഉത്തരം: മുസൈലിമത്തുൽ കദ്ദാബ്. ചോദ്യം:
ജിബ്രീൽ അലൈഹിസ്സലാമിന് യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രാവശ്യം ദർശിച്ചിട്ടുണ്ട്? ഉത്തരം 2 പ്രാവശ്യം.